ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ കവർ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനോഗ്രേഷന്റെ ഒന്നും ഉണ്ടാവില്ല. അതിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ, അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് സൂം ചെയ്ത് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെയാണ് ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പല ഓൺലൈൻ മീഡിയാസും എടുത്തിടുന്നത്. ഇജ്ജ് എന്തൊക്കെ കണ്ടിക്കാണ് ഇജ്ജ് ഇവിടെ വന്നിക്കാണ്ട് വെറുതെ ഇങ്ങനെ ചരക്കണത് എന്താണ്? എനിക്ക് ഈ ചരക്കണീന് എനിക്ക് എന്താ അവകാശം ഉള്ളത്? എനിക്കിതിൽ ഒരു അവകാശവും ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ഡ്രസ്സാണ്, എന്റെ പൈസ ആണ്, ഇജ്ജാണ് ഇടുന്നത്, എന്റെ ശരീരമാണ്, സംഭവ ശരീരത്തിനാണ്, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇജ്ജ് ഇവിടെ വന്നിക്കാണ്ട് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താണെന്ന് അറിയോ? മാന്യന്മാരാക്കുള്ള ഡ്രസ്സ് ഇവിടെ ടെക്സ്റ്റൈൽസിലും ഇവിടെ കൂടി കിട്ടാത്തോണ്ടെന്നല്ല, ആ ഡ്രസ്സ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇടിഞ്ഞ് ശരീരത്തോടു കൂടി ഭാര്യയിൽ വരെ എടുത്ത് കാണിക്കുന്ന കോലത്തിലുള്ള ഡ്രസ്സ് നിങ്ങൾ ഇട്ടിക്കണ ഓരോ ഇനാഗ്രേഷനും ഓരോ പരിപാടിക്കും ഇങ്ങനെ പോകുമ്പോഴേ ഈ ബാക്ക് വന്ന് കണ്ട്, ഫ്രണ്ട് വന്ന് കണ്ട്, നടു വന്ന് കണ്ട്, ഇവിടൊക്കെ വന്ന് കണ്ട് ഓൺലൈൻ മീഡിയക്കാർ ഫോട്ടോ എടുത്ത് കണ്ട് പോസ്റ്റ് ആക്കണത് എന്തുകൊണ്ടാണ്? ഓർക്കൂടെ ഫോളോസ് കൂടാനാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒട്ടിപ്പുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിക്കാണ്ട് നിങ്ങൾ പുറത്തിറങ്ങണത് എന്തുകൊണ്ടാണ്? നിങ്ങളെ പേരിൽ ഒരു ആകർഷണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ പരിപാടി ചെയ്യണത്? അല്ല, അല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിക്കാണ്ട് നടന്ന ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര ഒരു കമ്പം തോന്നും, ഭയങ്കര ഒരു ഇഷ്ടം തോന്നും എന്ന് വിചാരിച്ചിക്കാണ്ടല്ലേ ഇറങ്ങണത്. പിന്നെ ഇവിടെ വന്നിക്കാണ്ട് കണക്കൂണ വർത്താനം പറഞ്ഞില്ല. എന്താ അർത്ഥമുള്ളത്? ആദ്യം മാനന്മാരൊക്കെ ഡ്രസ്സ് ഇട്ടിക്കാണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ പിന്നെ ഇതൊക്കെ ശരിയാക്കോളും. അല്ലാതെ ഇവിടെ വന്നിക്കാണ്ട് കുറേ ചളപട വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുക്കഥ പോവില്ല. ആ മാനന്മാരൊക്കെ ഡ്രസ്സ് ഇട്ടിക്കാണ്ട് പുറത്തിറങ്ങാൻ നോക്കും.